പോലീസിനെ കുറിച്ചുള്ള ആളുകളുടെ ധാരണ വളരെ വളരെ വ്യത്യസ്തമാണ്. വർഷങ്ങളായി പോലീസ് ഒരു ഭയമാണ് ജനങ്ങളിൽ സൃഷ്ടിക്കുന്നത്. പഴയ മലയാള സിനിമകളിലെ ഹേഡ് കുട്ടമ്പിള്ള എന്നൊരു കഥാപാത്രമുണ്ട്. സ്ഥിരം ടിപ്പിക്കൽ കഥാപാത്രമാണ്. റോട്ടിൽ ഈ ഹേഡ് കുട്ടമ്പിള്ള ഇറങ്ങിയാൽ അന്ന് ഹാഫ് നിക്കറാണ് അന്ന് ഉള്ളത്. ആ നിക്കറുമായിട്ട് വലിയ കൊമ്പം മീശയൊക്കെ പിരിച്ച് ഹേഡ് കുട്ടമ്പിള്ള ഇറങ്ങുമ്പോഴേക്കും റോഡിലരികിൽ നിൽക്കുന്ന ആളുകളെല്ലാം ഓടി അകത്ത് വീട്ടിൽ കയറി എല്ലാം ഡോറടയ്ക്കും. അങ്ങനെ ഒരു ആളുകളുടെ പേടി സ്വപ്നമായിട്ടാണ് പോലീസിനെ പഴയ കാലത്തിൽ നമ്മുടെ ചെറുപ്പത്തിലെല്ലാം സിനിമകളിലൂടെയെല്ലാം അവതരിപ്പിച്ചിരുന്നത്. അതിൽ നിന്നെല്ലാം മാറി പോലീസ് ഒരു സുഹൃത്താണ്, നമുക്ക് ഒരു സഹായം വേണ്ടി വരുമ്പോൾ ഓടിയെത്തുന്ന ഒരു ബന്ധുവാണ് എന്നുള്ള നിലയിലേക്ക് കേരള പോലീസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആഭ്യന്തര വകുപ്പിന്റെ ശ്രമമാണ് മൈ പോലീസ് സ്റ്റേഷൻ. എന്റെ പോലീസ് സ്റ്റേഷനാണിത്. എനിക്ക് സംരക്ഷണം നൽകുന്ന, എനിക്ക് തണൽ നൽകുന്ന, എന്നെ ചേർത്ത് നിർത്തുന്ന ആധുനിക കാലത്ത് ഏറ്റവും മോഡേൺ കൺസെപ്റ്റാണ് ഈ മൈ പോലീസ് സ്റ്റേഷനിലൂടെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഞാൻ ഈ പ്രധാനപ്പെട്ട പദ്ധതി നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയെയും പോലീസ് സേനയിലെ നേതൃത്വത്തെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കും. 2-3 കാര്യങ്ങൾക്കാണ് ആളുകൾ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. ഒന്ന്, പരാതി കൊടുക്കാൻ. 2, ഒരു ക്രൈം നടന്നാൽ അതിന്റെ ഇൻഫർമേഷൻ കൊടുക്കാൻ. ഇങ്ങനെ ഒരു ക്രൈം നടന്നു എന്നുള്ള പരാതി പറയാൻ. അത് ചിലപ്പോൾ അഗ്രീവ്ഡ് പാർട്ടി ആകണമെന്നില്ല, ആ കുറ്റകൃത്യത്തിന് ഇരയായ ഒരാളാകണമെന്നില്ല, മറ്റൊരാൾക്ക് പോയി കൊടുക്കാം. 3ാമത് വരുന്നത് പല സർട്ടിഫിക്കറ്റുകൾക്കും മറ്റു കാര്യങ്ങൾക്കും, പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ടിന്റെ കാര്യം, ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് ചെല്ലുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ആളുകളിൽ പ്രായമായ ആളുകളുണ്ട്, സ്ത്രീകളുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും, പലതരത്തിലുള്ള സ്വഭാവത്തിലുള്ള ആളുകളുണ്ടാവും. ആദ്യം മൈ പോലീസ് സ്റ്റേഷനാണെന്നുള്ള ധാരണ വരണമെങ്കിൽ അവരോട് സൗമ്യമായും സ്നേഹമായും ഇടപെടണം. പോലീസിൽ പരാതി കൊടുക്കാൻ ഒരാൾ ചെല്ലുമ്പോൾ ഇത് ഇവിടെ നിന്ന് എനിക്കൊരു നീതി കിട്ടും എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാക്കണം. ചിലപ്പോൾ എല്ലാ കേസുകളും നമുക്ക് പൂർണ്ണമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. വരുന്ന കാര്യങ്ങൾ മുഴുവൻ പൂർണ്ണമായി ശരിയാകണമെന്നില്ല. തെറ്റായ ഒരു പരാതി കൊണ്ടുവന്ന് തന്നിട്ട് നിരപരാധിയായ ഒരാളെ നമുക്ക് പീഡിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അന്വേഷണത്തിലാണ് നമ്മൾ കാര്യങ്ങൾ തെളിയുന്നത്. പക്ഷെ സ്റ്റേഷനിൽ വരുമ്പോഴുള്ള ആ പെരുമാറ്റമാണ് ഏറ്റവും പ്രധാനം പോലീസ് സ്റ്റേഷൻ ഉണ്ടാകുന്നത്. പക്ഷെ പോലീസിനോട് ഒരു ഭയം ഉണ്ടാകണം. എന്താണ് ഭയം? ഞാനൊരു കുറ്റകൃത്യം ചെയ്താൽ പോലീസ് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും, എന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. അത്ര ശക്തമാണ് പോലീസ് എന്നുള്ളതാണ്. ആ ഭയമാണ് കുറ്റവാളികളുടെ മനസ്സിലും കുറ്റം ചെയ്യാനുള്ളവരുടെ മനസ്സിലുണ്ടാകുന്നത്. പോലീസിനൊരു ഡിറ്ററന്റ് ഫാക്ടർ ഉണ്ട്. അതാണ് പോലീസ്. അല്ലാതെ പോലീസ് സേനയുടെ അംഗബലം കൊണ്ടല്ല ആളുകൾ പേടിക്കുന്നത്. പോലീസ് ഒരു കുറ്റകൃത്യം ചെയ്തില്ല, ഒരുപാട് പേര് കുറ്റകൃത്യം ചെയ്തേനെ. ഇപ്പൊ കുറ്റകൃത്യം ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേര് കുറ്റകൃത്യം ചെയ്തേനെ. കുറ്റകൃത്യം ചെയ്യാൻ മനുഷ്യന്റെ പരിണാമ ദശയിലൊക്കെ എല്ലാം പ്രേരണയുണ്ട്. സൊസൈറ്റിയായി ജീവിച്ചപ്പോഴാണ് കുറ്റകൃത്യങ്ങൾ കുറഞ്ഞത്. പരസ്പരം സഹായിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ്. എങ്കിലും ഒരു കുറ്റകൃത്യ വാസനയുണ്ട്. ആ കുറ്റകൃത്യ വാസനയെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നത് ഈ പോലീസ് എന്നുള്ള ഒരു ഡിറ്ററന്റ് ഫാക്ടറാണ്. അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷിച്ച് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കും എന്നത് നിലനിർത്തണം. ഇന്ന് ലോകത്തെല്ലായിടത്തും കുറ്റവാളികൾ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആണ്. സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ആളുകളുടെ നഷ്ടപ്പെടുന്നത്. ഞാൻ 23 വർഷം മുമ്പ് ഒരു പഠന പര്യടനത്തിനായി അമേരിക്കൻ USA യാത്ര ചെയ്തു. USA ഒരു ഡെൻവർ എന്നുള്ള സ്റ്റേറ്റ് ഉണ്ട്. ഞങ്ങളുടെ ടീം അവിടുത്തെ പോലീസ് ചീഫുമായി ഒരു ഡിസ്കഷൻ നടത്തി. അന്ന് അവിടുത്തെ പോലീസ് ചീഫ് ഞങ്ങളോട് പറഞ്ഞു, സർ, വരാൻ പോകുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാലത്ത് സൈബർ കുറ്റകൃത്യങ്ങളാണ്. വഴിയിലൊരു കാറിലൊരു പേഴ്സ് കിടന്നാൽ അതിൽ ഡോളർ ഉണ്ടാവും. പക്ഷേ കുറ്റവാളി ഡോളർ എടുക്കാൻ പോകുന്നില്ല, ID കാർഡ് എടുക്കൊണ്ടു പോകും. ആ ID കാർഡ് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ബാങ്കിലുള്ള പണം മുഴുവൻ എടുക്കും. പലതരത്തിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അതുകൊണ്ട് 24 വർഷം മുമ്പാണ് ഡെൻവറിലെ പോലീസ് ചീഫ് അത് പറഞ്ഞത്. ഇനി വരാനിരിക്കുന്ന നാളുകളിലെ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് സൈബർ കുറ്റകൃത്യമാണ്. അപ്പോൾ ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ വികസിക്കുന്നത് അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, മെഷീൻ ലേണിംഗ് വന്നു, റോബോട്ടിക് ടെക്നോളജി വന്നു, ഒരുപാട് ഫ്യൂച്ചർ ടെക്നോളജികൾ വന്നു. പക്ഷെ നമ്മൾ അറിയേണ്ടത് അതനുസരിച്ച് കുറ്റവാളികൾ ഈ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന, അതനുസരിച്ച് പോലീസിനെ
അതിന് റെഡിയാക്കി മാറ്റുക, പോലീസിനെ എക്യുപ്പ് ചെയ്യുക. ഈ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാൻ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ നടന്നാൽ ആ കുറ്റകൃത്യത്തിന്റെ തെളിവുകൾ നശിപ്പിച്ചു കളയാൻ ഉണ്ട്. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം വേണം. നമ്മളൊരു പോലീസ് ആക്ട് ഉണ്ടാക്കി. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അതിന്റെ നിയമസഭാ സമിതിയിലെ അംഗമായിരുന്നു. CMK ഹേമേന്ദ്രൻ അന്ന് അതിലുള്ളതാണ്. അതൊരു മികച്ച ആക്ടായിട്ട് പിന്നീട് മാറി. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അവരത് ഇതുപോലെ ഒരു ആക്ട് കൊണ്ടുവന്ന് ചെയ്തത് വളരെ ശ്രമകരമായിട്ടാണ് ഞങ്ങൾ നടത്തിയത്. അന്ന് ഞങ്ങൾ അതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം സന്ദർശിച്ചു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഹൈദരാബാദിലെ പോലീസ് അക്കാഡമി സന്ദർശിച്ചു. അവിടെ ഹൈദരാബാദിൽ ഗ്രേ ഹൗൺസ് എന്ന് പറയുന്ന മാവോയിസ്റ്റുകളെ നേരിടുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ഞങ്ങൾ അവരുമായിട്ടൊരു ഇന്ററാക്ഷൻ നടത്തി. അപ്പൊ അവരന്ന് പറഞ്ഞത്, ഞങ്ങൾ തുടക്കത്തിൽ അവർ വലിയ അക്രമം നടത്തുന്ന നക്സലുകളാണ്, മാവോയിസ്റ്റുകൾ വലിയ തോതിൽ അക്രമങ്ങൾ നടത്തുന്നവരായിരുന്നു. അവരെ നേരിടാനുണ്ടാക്കിയ പോലീസ് ഫോഴ്സാണ്. അവർ പറഞ്ഞു, ആ പോലീസ് ഫോഴ്സ് ആദ്യം ഉണ്ടാകുമ്പോൾ അവരെക്കാൾ എക്യുപ്ഡ് ആണ് കാടിനകത്തുള്ളവര്. അവർ പോലീസിന്റെ കയ്യിലുള്ളതിനേക്കാൾ മികച്ച വയർലെസ് സെറ്റ്, പോലീസിന്റെ കയ്യിലുള്ളതിനേക്കാൾ മികച്ച ആയുധങ്ങൾ, അവിടുത്തെ മെഷീൻ ഗണ്ണൊക്കെ ഉള്ളത്. ഇവിടെ നമ്മൾ ഓരോ റൗണ്ടും നിറക്കേണ്ട തോക്കുമായിട്ടാണ് പോലീസ് പോകുന്നത്. പോലീസ് ആദ്യം ചെയ്തത് അവരുടെ ശത്രുവിന്റെ കയ്യിലുള്ള സംവിധാനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി, കുറ്റവാളികളുടെ കയ്യിലുള്ള സംവിധാനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി പോലീസ് അതനുസരിച്ച് എക്യുപ്പ് ചെയ്തിട്ടാണ് പൂർണ്ണമായി അവിടെ നിന്ന് തുടച്ചു നീക്കി ആ ഗ്രേ ഹൗസ് എന്ന് പറയുന്ന പോലീസ് സംവിധാനം. അപ്പൊ ഇപ്പോഴുള്ള കുറ്റകൃത്യങ്ങളുടെ നേച്ചർ എന്ന് പറയുന്നത് മാറുക. വളരെ നമ്മൾ ഓരോ കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ വളരെ ബ്രൂട്ടലാണ്. ഒരുപക്ഷെ ഡ്രഗ്സിന്റെ യൂസ് കൂടി ഈ കുറ്റകൃത്യങ്ങളുടെ നേച്ചറിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ പോലെയല്ല. നമ്മൾ ഹാബിച്വൽ ഒഫൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവർ ഒരേപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യും. ഞാൻ ഒരിക്കൽ ഒരു പുസ്തകം വായിച്ചപ്പോൾ പറഞ്ഞത്, ഒരാൾ ഇങ്ങനെ കൊലപാതകങ്ങളുടെ പരമ്പര നടത്തിയ ഒരാളാണ്. അയാള് ഈ രാത്രി കാലങ്ങളിൽ കടയുടെ പുറത്ത് ഉറങ്ങാൻ കിടക്കുന്നവരെ കൊല്ലുള്ളൂ. പക്ഷെ അയാൾ കല്ല് വെച്ച് തലക്കിടിച്ചിട്ടാണ് ഉറങ്ങുന്നവരെ കൊല്ലുള്ളൂ. വേറെ ഒരു ആയുധവും വെച്ച് കൊല്ലൂല. ഒരു ഫുൾ ലോഡഡ് റിവോൾവർ കൊടുത്താലും അയാൾ വെടിവെച്ച് കൊല്ലൂല. അയാൾക്ക് സംതൃപ്തി കിട്ടണമെങ്കിൽ അയാൾ ഇത് വെച്ചിട്ട് ഒരു നേച്ചറാണ്, ഹാബിച്വൽ ഒഫൻഡേഴ്സിന്റെ നേച്ചറാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിന് തന്നെ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. ക്രൂരമായ വീടുകൾക്കകത്ത് കുറ്റകൃത്യങ്ങൾ നടക്കുന്നു വലിയ തോതിൽ. പലരും അത് മറച്ചു വയ്ക്കുകയാണ്, പുറത്തു പറയാതെ. അത് ഡ്രഗ്സിന്റെ ഇമ്പാക്റ്റാണ്. പലതരത്തിൽ പുറത്തു പറയുന്നില്ല. പുറത്തു പറഞ്ഞാൽ മകൻ ജയിലിൽ പോകുമോ, ബന്ധുക്കൾ ജയിലിൽ പോകുമോ എന്നുള്ള ഭയമാണ് ഉണ്ടാകുന്നത്. അപ്പോ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം വർദ്ധിക്കുന്നതനുസരിച്ച് പോലീസ് അതിനോടുള്ള അപ്രോച്ച്, അന്വേഷണ രീതികളിലെല്ലാം മാറ്റം വരണം. അതിനുള്ള നല്ല പ്രൊഫഷണലിസം ഉള്ള ഒരു പോലീസാക്കി കേരളത്തെ മാറ്റാൻ, പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പോലീസാക്കി കേരളത്തിലെ മാറ്റാൻ എല്ലാം ഈ മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ഈ വലിയ പദ്ധതിക്ക് കഴിയും.